സോ ഈ റിസൾട്ട് കിട്ടുക അല്ലെങ്കിൽ റിസൾട്ട് അത്രയും ഉണ്ടാക്കുക എന്ന് പറയുന്നതിന് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ കുട്ടികളെ നമ്മൾ അത്രയും ട്രസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ട്രസ്റ്റ് ആക്ച്വലി നമുക്ക് വെറുതെ കിട്ടുന്നൊരു കാര്യമല്ല. ആ ട്രസ്റ്റ് പ്രധാനമായിട്ടും വരുന്നത് അത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോമ്പറ്റൻസിയും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡെഡിക്കേഷനുമാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഭയങ്കര ഹെവി ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ആസ്പെക്ട്സ് ആണ് ഈ പറയുന്ന കോമ്പറ്റൻസിയും ഡെഡിക്കേഷനും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെയുള്ള ടീച്ചേഴ്സ്, പഠിപ്പിക്കുന്ന ഫാക്കൾട്ടീസ്, അവർക്കെല്ലാം തന്നെ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് മെക്കാനിസംസ് ഉണ്ട്. അപ്പോൾ അവരെല്ലാം ഇപ്പോൾ ഹൈലി സബ്ജക്റ്റീവായ ഒരു ഏരിയ ആണ് സിവിൽ സർവീസ് കോച്ചിങ്. ഓരോരുത്തർക്കും ഇന്നത്തെ എൻ്റെ പറഞ്ഞ പോലെ ഓരോ ടോപ്പേഴ്സിന് ഓരോ സ്ട്രാറ്റജി ആയിരിക്കും, ഓരോ ഇൻഡിവിജ്വലിന് ഓരോ സ്ട്രാറ്റജി ആയിരിക്കും. എൻ്റെ സ്ട്രാറ്റജി ഡിഫറൻ്റ് ആയിരിക്കും എൻ്റെ സ്ട്രാറ്റജി. പക്ഷേ ലീഡ് IASന് ഓൾ ടുഗദർ ഒരു യൂണിഫോം സ്ട്രാറ്റജി. അപ്പോൾ നമ്മളത് വ്യക്തമായിട്ടുള്ളൊരു ട്രെയിനിങ് മൊഡ്യൂളിലൂടെ ആൾക്കാർക്ക് ഇമ്പാർട്ട് ചെയ്ത് കൊടുക്കാറ്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഒരു എക്സാമ്പിളാണ് നമ്മുടെ ലെസൺ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ഫാക്കൽറ്റി ഒരു ക്ലാസ് എടുക്കാൻ എന്തൊക്കെയാണ് PYQ വരുന്നത്, എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്, ഡെലിവറബിൾസ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇതെല്ലാം കറക്റ്റ് ഡിഫൈൻഡ് ആണ്. ഓക്കെ, അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു യൂണിഫോമിറ്റി കാണുന്ന സമയത്ത് അത് ഭീകരമായ രീതിയിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോമ്പറ്റൻസി ലെവൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഡെഡിക്കേഷൻ. ഈ പറഞ്ഞ എൻ്റയർ ഫാക്കൾറ്റിയിലേക്കും മെൻറ്റേഴ്സും ഇവിടെയുള്ള എല്ലാ ആരാണെങ്കിൽ തന്നെ അവരെപ്പോഴും കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ വില്ലിങ്ങാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ട്രസ്റ്റ്, അതായത് ഈ പറഞ്ഞ ഡെഡിക്കേഷനിലൂടെയും കോമ്പറ്റൻസിലൂടെയും ബിൽഡ് ചെയ്ത ആ ട്രസ്റ്റ് ബേസ്ഡ് എക്കോസിസ്റ്റമാണ് ശരിക്കും ലീഡ് IASന് ഇത്രയും റിസൾട്ട്സ് ഒരു ചെറിയ കാലയളവിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടില്ല.